ഈ സഞ്ചിയിലുള്ള സാധനമായിട്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കോട്ടയത്തെ SN എന്ന് പറഞ്ഞ ഒരു ലെയ്ത്തിലേക്കാണ്. നമ്മുടെ മാസ്ട്രോ സ്കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുണ്ടായിരുന്നല്ലോ. അതിപ്പോ വന്നു നിൽക്കുന്ന ഒരു എഞ്ചിൻ പണിയിലാണ്. പൊതുവെ എഞ്ചിൻ പണി വന്നാൽ അറിയാലോ, ഹെഡ് ലെയ്ത്തി കൊണ്ട് ബോർ ചെയ്യണം. പാലായിൽ നമുക്ക് ഇതിനുള്ള സംവിധാനമില്ല. അത് നമുക്കുള്ള രണ്ട് ഓപ്ഷൻ തൊടുപുഴയും കോട്ടയമാണ്. നമ്മൾ കോട്ടയം സെലക്ട് ചെയ്തു. ആകെ മൊത്തം 15,000 രൂപയാകുമെന്ന് മെക്കാനിക്ക് പറഞ്ഞെടുത്ത് നമ്മൾ 11,450 രൂപയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകെ നമ്മളെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കഷ്ടപ്പാടും കൂടെ ഉണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ വണ്ടിയൊക്കെ പിസ്റ്റം പിടിച്ച വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കളക്ട് ചെയ്യാനല്ലേ ചെല്ലാറ്. അതിന് പകരം ബോർ ചെയ്യുന്ന കാര്യങ്ങളും സ്പെയർ പാർട്സിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ മേടിച്ച് കൊടുത്തിട്ട് പണിക്കാശ് മാത്രം അവർക്ക് കൊടുത്ത് പണിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ കിട്ടും. ബോറിങ്ങിന് വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന SN എന്ന് പറഞ്ഞ ഒരു ലെയ്ത്തിലാണ്. ഇത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ അതുപോലെ തന്നെ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിനെ തൊട്ടടുത്ത. ഇവിടെ വന്ന് ഏതെങ്കിലും ഓട്ടോക്കാരോടോ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ ഈ ലൊക്കേഷൻ. അങ്ങനെ SN എന്ന് പറഞ്ഞ ലെയ്ത്തും കണ്ടുപിടിച്ച് നമ്മൾ സാധനമൊക്കെ ഇവരുടെ കൊടുത്തു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉടനടി കിട്ടത്തില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ സമയം ഒരു 11:30, ഒരു 5:30 ആകുമ്പോഴത്തേനെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാനാണ് ഇവര് പറയുന്നത്. ഇത്രയും നേരം എങ്ങനെ വെറുതെ ഇരുന്ന് കളയുമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ജില്ലാ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കട കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ആലോചന തുടങ്ങി. ചന്തുവിന്റെ പട്ടിക്ക് എന്തോ പ്രശ്നമായിട്ട് അതിനൊരു മരുന്ന് മേടിക്കാറുണ്ടായിരുന്നു. അതെന്തായാലും ഈ വരവിൽ നടന്നു. അങ്ങനെ കോട്ടയം ടൗണിൽ കൂടെ പ്രാഞ്ചി നടന്ന് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 4:51 ആയിട്ടുണ്ട്. ഈ ഒരു ബജ്ജിക്കട കയറി ചായയും കടിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലെയ്ത്തിൽ ചെന്നപ്പോൾ ഒരു 20 മിനിറ്റോടെ താമസമുണ്ട്. ഒന്നുകൂടെ കറങ്ങിട്ട് വരാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ നേരെ പോയി സ്പെയർ പാർട്സ് എല്ലാം മേടിച്ച് വെച്ചേക്കാന്ന് ഓർത്തു. നേരെ മെക്കാനിക്കിനെ വിളിച്ച് ലിസ്റ്റ് എല്ലാം മേടിച്ച് സ്പെയർ പാർട്സ് കട വന്ന് സ്പെയർ പാർട്സ് എല്ലാം മേടിച്ചു. 5,015 രൂപയാണ് ഇവിടെ ആയിട്ടുള്ളത്. 5,000 രൂപയെ മേടിച്ചുള്ളൂ. അതിനുശേഷം നേരെ ലെയ്ത്തിലേക്ക്. ഈ ഒരു സമയത്ത് ഇവരെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കവറിലാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 2,750 രൂപയാണ് ലെയ്ത്തി ബോർ ചെയ്തതിനായിട്ടുള്ളത്. അങ്ങനെ ബോർ ചെയ്ത സാധനവും വാങ്ങിയ സ്പെയർ പാർട്സും എല്ലാം രാത്രി തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെ ഡേ 1 ഞാൻ ലീവ് എടുത്തതുകൊണ്ടാണ് ഇത്രയും പരിപാടികൾ നമുക്ക് നടന്നത് കേട്ടോ. അങ്ങനെ ഡേ 2 ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയി. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും വണ്ടിയെല്ലാം പണിത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ മേടിച്ചു. അതിനൊരു 900 രൂപയായി. പിന്നെ സർവീസ് ചാർജ് 3,000. അങ്ങനെ ആകെ മൊത്തത്തിൽ 3,900 രൂപയാണ് പറഞ്ഞത്. പക്ഷെ 3,700 മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ധനനഷ്ടവും മാനഹാനിയൊക്കെ ആണെങ്കിലും ഈ ഒരു പരിപാടി സക്സസ് ആയി കേട്ടോ.